ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിധി എന്ത് എന്നുള്ളത് ഇന്നറിയാം. കോടതി വിധിയല്ല, തലവിധി അടക്കം അറിയാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഏവരും കാത്തുനിന്നത്. എന്നാൽ കോടതിയിലാകട്ടെ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് വെച്ച് നോക്കുമ്പോൾ ബലാത്സംഗം ചെയ്തത് രാഹുലല്ല, മറിച്ച് പരാതിക്കാരിയും ചില സംഘവുമാണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഗർഭചിത്രം നടത്തിയത് രാഹുലാണെന്ന ആരോപണം ഇത്രയും നാൾ ഉയർന്നു കേട്ടപ്പോൾ അതല്ല, മറിച്ചത് മറ്റൊരു രീതിയിലാണ് സംഭവിച്ചതെന്നും അതിജീവിത ഗർഭിണിയായെന്ന് പറയുമ്പോൾ അത് തൻ്റേതല്ല എന്നുള്ളത് തെളിവ് നിരത്തി രാഹുൽ വാദിക്കാനായി ശ്രമിക്കുന്നു. എന്തായിരുന്നാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ഏറെ മണിക്കൂറുകൾ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ മാറ്റിവെച്ചിരിക്കുന്നു. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂർ നേരത്തെ വാദം പൂർത്തീകരിച്ചു. രാഹുലും പരാതിക്കാരിയും ഇതേ ആവശ്യം തന്നെയായിരുന്നു കോടതിയിൽ ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഇത് അംഗീകരിച്ചുകൊണ്ട് കോടതി മറ്റുള്ളവരെ പുറത്താക്കി വാദം കേട്ടത്. തൻ്റെ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ, തന്നെ വ്യക്തിഹത്യ നടത്താനായി യുവതി ഈ പരാതി നൽകിയെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. ഈ കേസിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന CPM BJP ബാന്ധവം അത് കാണാതെ പോകരുത്. അതിനുള്ള തെളിവടക്കം രാഹുൽ നിരത്തി കഴിഞ്ഞിരിക്കുന്നു. പെൺകുട്ടിക്ക് BJP ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നിലധികം വിവരങ്ങൾ രാഹുൽ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു സ്ഥാപിച്ചത്. വിവാഹിതയായ ഒരു യുവതിയുമായി ബന്ധം പുലർത്തുമ്പോൾ അതെങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമായി മാറുന്നത്? പരസ്പര സമ്മതത്തോടെ, ഉഭയസമ്മതപ്രകാരത്തോടെയുള്ള ഒരു ബന്ധം മാത്രമേ തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഗർഭചിത്രം നടത്തിയത് താനാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് താനല്ല, അത് നടത്തിയത് യുവതിയാണ്. യുവതിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് താൻ ഇതൊക്കെ തന്നെ ചെയ്തു കൂട്ടിയതെന്നാണ് രാഹുൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.